വ്യാപകമായിട്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയേണ്ടതില്ല, അത് നബി തങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു ഹദീസ് ബുഖാരിയിലെ ഒരു ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഹദീസ് ഇതാണ്: ലാ തത്റൂനി കമാ അത്റത് നസാറ ഇബ്ന മറിയം ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറിയം ബിബി റളിയല്ലാഹു അൻഹയുടെ പുത്രനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രൈസ്തവർ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. സത്യത്തിൽ എന്തായിരുന്നു ഈസാ നബിയെ കുറിച്ച് ക്രൈസ്തവർ പുകഴ്ത്തിയിരുന്നത്? അത് നമുക്ക് നോക്കാം. അവർ പുകഴ്ത്തിയിരുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇലാഹാണ് എന്ന വാദമായിരുന്നു. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മകനാണ് എന്നുള്ള വാദമായിരുന്നു. ദൈവനോ ദൈവപുത്രനോ എന്ന രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ നിങ്ങൾ എന്നെ വാദിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഞാനൊരു അടിമ മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അള്ളാഹുവിൻ്റെ ദാസൻ, അള്ളാഹുവിൻ്റെ ദൂതൻ അഥവാ അള്ളാഹുവിൻ്റെ അടിമ, അള്ളാഹുവിൻ്റെ ദൂതൻ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അപ്പോൾ സാധാരണ മനുഷ്യനാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനാണ് എന്നാണോ ഇതിൽ നിന്നും പറയപ്പെടുന്നത്? ഒരിക്കലുമല്ല, അത് തെറ്റാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ചെറിയ പെൺകുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് പാടിയ ബെയ്ത്ത് കിതാബുകളിൽ കാണാം. വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലേക്ക് കയറി വന്നു. ആ സമയത്ത് അവിടെ കുട്ടികൾ ബദറിൽ പെട്ട ആളുകളെക്കുറിച്ച് മദ്ഹ് പാടിക്കൊണ്ടിരിക്കുകയാണ്, ബദറിൽ ഷഹീദായി പോയ ആളുകളെക്കുറിച്ച്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കയറി വന്നപ്പോൾ ആ കുട്ടികൾ ആ പാട്ട് നിർത്തിയിട്ട് ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പാടുകയാണ്. വഫീന നബിയുൻ, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, യഅലമു മാ ഫീ ഗദിൻ, ഇനി വരാനുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധാരണ മനുഷ്യനെ പോലല്ല, പ്രത്യേക അത്തരം കഴിവുള്ള ആളുകളെ കൂട്ടത്തിൽപ്പെട്ട നബി ഞങ്ങളിലുണ്ട് എന്ന് ആ നബി തങ്ങളെക്കുറിച്ച് മദ്ഹ് പാടിയത് ഹദീസുകളിൽ കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടികൾ നബി തങ്ങളെക്കുറിച്ച് പാട്ട് പാടിയപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ദൈ ആദിഹി, നിങ്ങൾ ഈ പാടിയത് നിർത്തൂ. വഖൂലി ബില്ലദീ കുന്തി തഖൂലീന, നിങ്ങൾ മുമ്പ് എന്താണോ പാടിയത് അത് തന്നെ പാടൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്നാ. ഇതിനെ പിടിച്ച് വിദയ പ്രസ്ഥാനക്കാർ പറയുന്ന നബി തങ്ങൾ സ്വന്തം മദ്ഹിനെ, പാടലിനെ, പുകയത്തലിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബദരീങ്ങളെക്കുറിച്ച് പാട്ട് പാടുമ്പോൾ എന്തായാലും നേതാവ് അതിൽ പെടൂലേ, അപ്പം നേതാവും അനുയായികളെല്ലാം കൂടെയുള്ള പാട്ടാവട്ടെ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്.